ഹായ് ഫ്രണ്ട്സ്, RRRന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നിവിടെ വന്നിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന സിനിമയായിട്ടുള്ള പുഷ്പ 2. അതെ, അപ്പോൾ പുഷ്പ 2-ൻ്റെ ഇന്ന് ഓഡിയോ ലോഞ്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ആ ലൈവെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കുറച്ച് മുമ്പ്. അതെ, അപ്പോൾ അവിടെ നമ്മുടെ ഇപ്പോൾ ട്രെയിലർ ഇവിടുന്ന് റിലീസായിട്ടുണ്ട്. നമുക്കറിയാം ഇപ്പോൾ യൂട്യൂബിലടക്കം നമ്മൾ സോഷ്യൽ മീഡിയാസിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് പുഷ്പ 2-ൻ്റെ ട്രെയിലർ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അപ്പം വീഡിയോ കണ്ടുപോകാം അല്ലേ? ഓക്കെ. പഴയ ഒരു ടൈം അല്ലേ? ഒരു ഗ്രാമ സംഭവമാണ് വരുന്നത്. ഇതിലെ മറ്റേ പാട്ടിന്റെ അതൊരു ഐക്കൺ സ്റ്റാർ അല്ലു അർജുൻ. നടന്നുണ്ടോ കൈയൊക്കെ പുഷ്പ സ്വാഗിന്റെ അങ്ങേയറ്റ അയ്യര് കളിയാ കൊണ്ടോണ്ട. DSP കഴിഞ്ഞോട്ടും പൊളിച്ചെടുക്കും. രശ്മികമ്മ കാല് കൊണ്ട് താടിയൊക്കെ തുടങ്ങുക. നമ്മുടെ മുത്ത് പാപ്പ വന്നിരിക്കുകയാണ്. പുള്ളി പിന്നെ കഴിഞ്ഞാട്ട് അങ്ങ് ഏറ്റവുമായിരിക്കും. ഇമോഷണൽ കൊണ്ടെടുക്ക ചന്ദനത്തടി എന്തുവേണം നടക്ക എന്താല്ലേ ഇത്? പുള്ളി താനം എന്തോടെ ലോകം മാറിയിട്ട് ഒരു സന്യായി ഇത്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. കൊള്ളാം കാണാനും. എന്റെ പൊന്നടാ, ഡിസംബർ 5 ഐമാക്സ് 3D 4D ഒക്കെ തന്നെ വന്നത്. അപ്പോൾ ട്രെയിലർ കഴിഞ്ഞിരിക്കുകയാണ്. സത്യം പറഞ്ഞാല് എന്തോ പറയണമെന്ന് പോലും അറിഞ്ഞുകൂടാ അല്ലേ? സത്യം പറഞ്ഞാൽ അതെ. അപ്പൊ ഏതായാലും സത്യം പറഞ്ഞ ഒരു വൻ പൊളിയാണ് പടം. കാരണം എന്താ വെച്ചാൽ ട്രെയിലർ കണ്ടിട്ട് നമുക്ക് ഇത്രയും അല്ലേ നല്ലൊരു എക്സ്പീരിയൻസ് അല്ലായിരുന്നു. തകർക്കുന്ന പടമാണ് പുഷ്പ 2 തകർക്കും. നമുക്ക് കാണണം പോലെ ആഗ്രഹം. അതെ, ഒന്ന് കാണണം. 5-ാം തീയതി വെയിറ്റ് ചെയ്തിരിക്കല്ലേ? പുഷ്പ പൊളിക്കുന്ന പടമാണ്, കാണണം. നമ്മള് പിന്നെ വേറെ ആൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന വെച്ചാൽ വേറെ ആരുമല്ല, നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം മുത്ത് ഫാഫയുടെ അഴിഞ്ഞാട്ടം കാണാൻ വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. നമുക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന ഒരു സീൻ, അതായത് ഇദ്ദേഹം കുളത്തിൽ നിന്ന് എഴുന്നേറ്റ് ഇങ്ങനെ വരുമ്പോൾ ആ ഒരു സീനറി സത്യം പറഞ്ഞാൽ അത് ആരും ശ്രദ്ധിക്കത്തില്ല പെട്ടെന്ന്. ഞാൻ ആ സത്യം പറഞ്ഞ ട്രെയിലർ കണ്ടപ്പോൾ ഈ ഒരു മുട്ട ഇങ്ങനെ പോകെ അപ്പൊ എനിക്ക് മനസ്സിലത് ഫാഫയായിരിക്കുന്നത്. സത്യം പറഞ്ഞാല് ഒന്നും പറയില്ല, കാരണം വിഷ്വൽ ട്രീറ്റിന്റെ അമ്മാനമായിരിക്കും ഇപ്പൊ സത്യം പറഞ്ഞ ഡിസംബർ 5-ാം തീയതി. എന്താ അറിയാം, ഈ പടം തുടങ്ങുന്ന ലൈക്ക് നമ്മുടെ അല്ലു അർജുൻ തന്നെയാണ് സജസ്റ്റ് ചെയ്തത് ഫാഫെ. അതെ, അപ്പം എന്തായാലും ഒരു ആക്ടറിന്റെ ആ ടേസ്റ്റ് അറിയാം. ഈ പടത്തിന് ആരൊക്കെ എന്താ വേണം, ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ആരൊക്കെ എന്ത് വേണം എപ്പോൾ വേണമെന്ന് വെച്ചാൽ
ആക്ടറിനെ ഒരു സജഷന് കൊടുക്കാൻ പറ്റത്തുള്ളൂ ആക്ച്വലി സത്യം പറഞ്ഞാൽ. പക്ഷെ ആ അല്ലു അർജുന്റെ ആ ഒരു സത്യം പറഞ്ഞ അല്ലു അർജുൻ സാറിന്റെ ആ ഒരു സത്യം പറഞ്ഞാൽ ആ ഒരു സെലക്ഷൻ തന്നെ പക്കയാണ്. അതുകൊണ്ടാണ് ഈ പടം ഇത്ര ഹിറ്റ് ആവാൻ കാരണം. പിന്നെ പുള്ളിയുടെ ആക്ടിങ് വേറെ ലെവൽ കൂടെ. പിന്നെ നമ്മുടെ പാപ്പയുടെ കാര്യം നമ്മളാരും പറയണ്ട. കാരണം അദ്ദേഹം കൈവയ്ക്കാത്ത മേഖലകളില്ല. വില്ലനാണെങ്കിൽ തനി വില്ലൻ, ചുള്ളനാണെങ്കിൽ തനി ചുള്ളൻ, കള്ളനാണെങ്കിൽ തനി കള്ളനായിട്ട്. അത് മാത്രല്ല ഷമ്മി ഹീറോടാ ഹീറോ. അതെ, അപ്പൊ അത്രത്തോളം നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ് ഫഹദില് അല്ലെ. വിക്രം സിനിമയിലേക്ക് അദ്ദേഹം കാണിച്ച ഒരു റോളും നമുക്കറിയാം. കമലഹാസന്റെ കൂടെ അതെ നമുക്കറിയാം കമലഹാസന്റെ കൂടെ ഒക്കെ ഡോമിനേറ്റ് ചെയ്ത ഒരാളും കൂടാണ് ഫാഫ. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു ഗ്രാൻഡ് വിഷ്വൽ ട്രീറ്റ് തന്നെ ആവട്ടെ. ഡിസംബർ 5-ാം തീയതി നമുക്കിന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന വെച്ചാൽ എത്ര, അതും പാറ്റ്നയിൽ വെച്ചിട്ട് ഈ ഒരു പരിപാടി തുടങ്ങിയപ്പോൾ എത്ര ആൾക്കാരാണ് വന്നിരിക്കുന്നത് നമ്മൾ തന്നെ. അതെ, അപ്പൊ നമുക്ക് അതിൽ തന്നെ ഊഹിക്കാം. അപ്പൊ പുഷ്പ 2 എന്ന് പറഞ്ഞത് എത്രത്തോളം ആൾക്കാരെ കാത്തിരിക്കുന്ന മോസ്റ്റ് അതെ കുറെ വർഷത്തോളം ഇപ്പൊ. അപ്പൊ അത്രയും വർഷത്തിന് ശേഷം വരുന്ന അല്ലു അർജുന്റെ പുഷ്പ 2 സത്യം പറഞ്ഞാൽ നമ്മളെല്ലാവരും മോസ്റ്റ് അവൈറ്റിംഗ് ആണ്. തീർച്ചയായിട്ടും ഡിസംബർ 5-ാം തീയതി തൊട്ടടുത്തുള്ള തിയേറ്ററുകളിലും വേൾഡ് വൈഡ് റിലീസായിട്ട് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ മലയാളികളടക്കമല്ല ഇന്ത്യൻ സിനിമകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും മോസ്റ്റ് അവൈറ്റിംഗ് ആയിട്ടിരിക്കുന്ന സിനിമ കൂടാണ് പുഷ്പ 2. തീർച്ചയായിട്ടും 5-ാം തീയതി തീർച്ചയായിട്ടും എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ ഇതിനു മാത്രം രാവിലെ തന്നെ റിലീസിന് സമയത്ത് തന്നെ എല്ലാവരും പോവുക. നല്ലൊരു നമുക്ക് എന്താണ് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഗ്രാൻഡ് ലെവലായിരിക്കും. അതെ തീർച്ചയായിട്ടും. അതെ, അപ്പോൾ 5-ാം തീയതി നമുക്കെല്ലാവരും മോസ്റ്റ് അവൈറ്റിംഗ് ആയിട്ടിരിക്കുന്ന പുഷ്പ 2 റിലീസ് ആവുകയാണ്. അപ്പോൾ മലയാള സിനിമകൾ പ്രേമിക്കുന്നത് മാത്രമല്ല ഇന്ത്യൻ സിനിമയെ കാത്തിരിക്കുന്ന ഒരു അപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്ന സിനിമ ഡിസംബർ 5-ാം തീയതി റിലീസ് ആവുകയാണ്. നമുക്ക് എല്ലാവർക്കും പോയി കാണാം തീർച്ചയായിട്ടും. പിന്നെ മറ്റൊരു കാര്യം കൂടെ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ നമുക്ക് ഒരുപാട് സിനിമകൾ നമ്മൾ റിലീസ് ആവുകയാണ്. അപ്പൊ മലയാള സിനിമകൾ പ്രേമിക്കുന്നത് മാത്രമല്ല ഇന്ത്യൻ സിനിമയെ കാത്തിരിക്കുന്ന ഒരു അപ്പൊ എല്ലാവരും കാത്തിരിക്കുന്ന സിനിമ ഡിസംബർ 5-ാം തീയതി റിലീസ് ആവുകയാണ്. നമുക്ക് എല്ലാവർക്കും പോയി കാണാം തീർച്ചയായിട്ടും. പിന്നെ മറ്റൊരു കാര്യം കൂടെ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ നമുക്ക് ഒരുപാട് സിനിമകൾ നമ്മൾ റിലീസ് ആവുന്നുണ്ട്. അപ്പൊ 5-ാം തീയതി ആരും ഒരു കാരണവശാലും മറക്കരുത്. തീർച്ചയായിട്ടും 5-ാം തീയതി എല്ലാവരും തിയേറ്ററിൽ തന്നെ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാലും പറയാം. പിന്നെ ട്രെയിലർ കണ്ടിട്ടുള്ളവർ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അതും നമുക്ക് കമന്റ് ബോക്സിൽ പറയാവുന്നതാണ്. അപ്പോൾ നമുക്ക് എല്ലാവരും കാത്തിരിക്കുന്നത് 5-ാം തീയതി നമുക്ക് അതെ 5-ാം തീയതി പോവല്ലോ അപ്പൊ നമ്മള് 5-ാം തീയതി തീർച്ചയായിട്ടും എല്ലാവരും വാങ്ങിച്ച് ഒരു ക്യാരറ്റ് ചിന്തിക്കിട്ട് പോയിട്ട് ഒരു പടക്കം വാങ്ങിച്ചിട്ട് പടക്കം പൊട്ടിച്ച് സന്തോഷിച്ചു ഒരു ഗുണ്ടൊക്കെ പൊട്ടിച്ചോളൂ. ബോംബ് പൊട്ടിച്ചാലും ഇതിനകത്തൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിയേറ്റർ പടക്കം പൊട്ടിക്കേണ്ട കാര്യമില്ല. ഓൾറെഡി അവിടെ പടക്കം പൊട്ടിയിരിക്കും. കംപ്ലൈന്റ് വന്നാൽ എന്നോട് പറയാൻ പോയി കണ്ടു അത്രേ എനിക്ക് പറയാം. അതെ, അപ്പോൾ 5-ാം തീയതി നമുക്ക് എല്ലാവരും മുമ്പ് കാണാം. തീർച്ചയായിട്ടും നല്ലൊരു സിനിമയായിട്ട് വരട്ടെ. ഇതിൽ നമ്മുടെ അല്ലു അർജുൻ സാറിനും അതുപോലെ തന്നെ ഫാഫയ്ക്കും പിന്നെ രശ്മിക മന്ദാനയ്ക്കും അതുപോലെ തന്നെ അല്ലു അർജുൻ ഫാൻസിനും എല്ലാവിധ ആശംസ നേരുന്നു. അതുപോലെ തന്നെ സുകുമാർ സാർ അതുപോലെ തന്നെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എല്ലാവർക്കും പ്രൊഡ്യൂസർക്ക് എല്ലാവർക്കും നല്ലൊരു ആശംസ നേരുന്നു. സിനിമ നല്ല രീതിയിൽ ഹിറ്റായി മാറട്ടെ. വലിയ ഒരു ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന നല്ലൊരു സിനിമയായിട്ട് അതെ തീർച്ചയായിട്ടും ആശംസിക്കുന്നു. RRന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ കാണുന്നതിലേക്കും ബൈ. ഇച്ചിരി പോകുന്ന മുന്നേ നമുക്കൊരു വെറൈറ്റി ആയാലോ. അപ്പോൾ നമുക്ക് 5-ാം തീയതി കാണാം പുഷ്പ.